ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന മെസ്സേജസ് നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ചാറ്റിലാണോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന മെസ്സേജസ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ചാറ്റ് സെലക്ട് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ അഡ്മിനോ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അഡ്മിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഇതുപോലെ ആക്കിയെടുക്കാവുന്നതാണ്. അതായത് ആ ഒരു ചാനലിൽ അയച്ചിട്ടുള്ള മെസ്സേജസ് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജസ് സെൻഡ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കോൺടാക്റ്റിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 ഡേ, 1 വീക്ക്, അതുപോലെ തന്നെ 1 മന്ത് ഒക്കെ ഉണ്ട്. ഇപ്പം 1 ഡേ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അയച്ചിട്ടുള്ള മെസ്സേജസ് ഒരു ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഒരു എക്സാമ്പിളിന് ഞാൻ 1 ഡേ സെലക്ട് ചെയ്യാണ്, എന്നിട്ട് കൺഫേം കൊടുക്കുകയാണ്. ഇപ്പം ഓട്ടോമാറ്റിക് ഡിലീഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും യു സെറ്റ് മെസ്സേജസ് ടു ഓട്ടോ ഡിലീറ്റ് ഇൻ 1 ഡേ. അപ്പം അതിനുശേഷം ഞാൻ അയക്കുന്ന മെസ്സേജസ് ഒക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പിന്നെ ഇവിടെ മുകളിൽ അവരുടെ ചാറ്റിൽ നോക്കിയാൽ ഇങ്ങനെ പുതിയൊരു സൈൻ വന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ 1D എന്നുള്ളതും അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.